കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. SSF ജില്ലാ സാഹിത്യോത്സവത്തിൽ ഈ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. നമ്മുടെ കഥാനായകനാരാ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റ സുഹൃത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എൻ്റെ കഥയുടെ പേര് ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ജീവിതം. നിങ്ങളെല്ലാവരും കഥ ശ്രദ്ധിച്ച് കേൾക്കണേ. അന്നൊരിക്കൽ പള്ളിയിൽ ജമാഅത്ത് നിസ്കാരം നടക്കുകയായിരുന്നു. സ്വഹാബത്ത് എല്ലാവരുമുണ്ട്. ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നോക്കി. സിദ്ദീഖ് തങ്ങളെ മാത്രം കാണാനില്ലല്ലോ. ഒരു വക്ത് ജമാഅത്ത് ഒഴിവാക്കാത്ത സിദ്ദീഖ് തങ്ങൾക്ക് എന്തു പറ്റി? കാരണം അന്വേഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ പറഞ്ഞു വിട്ടു. സഹാബികൾ സിദ്ദീഖ് തങ്ങളെ വീട്ടിലെത്തി. സിദ്ദീഖ് തങ്ങൾ വീട്ടിനുള്ളിൽ ഇരിക്കുകയായിരുന്നു. പുറത്തിറങ്ങുന്നേയില്ല. കാരണം അന്വേഷിച്ചപ്പോൾ ഉടുക്കാൻ വസ്ത്രമില്ലെന്ന് പറഞ്ഞു. ഞാൻ ജമാഅത്തിനായി പുറപ്പെടുമ്പോൾ ഒരു യാചകൻ വന്ന് എന്തെങ്കിലും ഒന്ന് തരുമോ ചോദിച്ചു. എൻ്റെ കയ്യിലാകെ ഉണ്ടായിരുന്ന ഒരു കൂട്ടം വസ്ത്രം ഞാൻ അവർക്ക് നൽകി. ചോദിച്ചു വരുന്നവരെ വെറുതെ ആക്കരുതെന്ന് അല്ലാഹു തആല നമ്മൾക്ക് പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഞാൻ അയാളെ മടിക്കേക്കും? സിദ്ദീഖ് തങ്ങൾ ഉണ്ടായ സംഭവങ്ങളെല്ലാം സഹാബികളോട് പറഞ്ഞു. സഹാബികൾ ഈ വിവരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ തന്നെ ഒരു കൂട്ടം വസ്ത്രം കൊടുത്തയച്ചു. സിദ്ദീഖ് തങ്ങൾ അത് വേഗം ധരിക്കുകയും പള്ളിയിൽ വരികയും നിസ്കരിക്കുകയും റബ്ബിനോട് ദുആ ചെയ്തു. ദുആയുടെ നീളം കൂടി കൂടി വന്നു. കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരൊഴുകി. എൻ്റെ റബ്ബേ, എന്നോട് പൊറുക്കണമേ. ഞാൻ ഒരു വക്ത് ജമാഅത്ത് ഒഴിവാക്കിപ്പോയി. എങ്കിലും ഞാൻ സ്വർഗത്തിന്റെ അവകാശിയല്ല. എങ്കിലും എനിക്ക് നരകത്തെ സഹിക്കാൻ പറ്റില്ല. നീ എന്നോട് പൊറുക്കണേ അല്ലാഹ്. നിന്റെ ദോഷം പുറത്ത് തരണേ നാഥാ എന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. നോക്കൂ കൂട്ടുകാരെ, ചെയ്തത് തെറ്റല്ല, അത് വലിയ ഇത്. അസ്സലാമു